നമസ്കാരം. കുവൈറ്റിലെ മംഗഫയിലുണ്ടായ തീപിടുത്തത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് കുവൈറ്റിലേക്ക് പോകാൻ ആരോഗ്യമന്ത്രി വീണ ജോർജിന് കേന്ദ്ര സർക്കാർ അവസാന നിമിഷം അനുമതി നിഷേധിച്ച സംഭവത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഒറ്റ ദിവസത്തേക്ക് മന്ത്രി പോയിട്ട് എന്താണ് കാര്യം? കുവൈറ്റിൽ ചുരുങ്ങിയ മണിക്കൂറുകൾ ചെലവിടാൻ വേണ്ടി മന്ത്രി വീണ ജോർജ് പോയിട്ട് കാര്യമൊന്നുമില്ല. കേന്ദ്രമന്ത്രി കുവൈറ്റിൽ പോയി എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. എല്ലാ മൃതദേഹങ്ങളും നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടുകയും ചെയ്തിരുന്നു. വീണ ജോർജിന് കേന്ദ്രം അനുമതി നിഷേധിച്ചതിന്റെ നിയമവശം അറിയില്ലെന്നും അദ്ദേഹം പറയുന്നു. സത്യത്തിൽ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ നടക്കുന്ന കുറെ അധികം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. മരണ വീട്ടിൽ പോയാലും കല്യാണ വീട്ടിൽ പോയാലും എവിടെയും അവരുണ്ടാകും. ഇന്നലെ നടന്നതും ഏതാണ്ട് അതേ തന്നെയാണെന്നാണ് പലരും പറയുന്നത്. കുവൈറ്റിലുണ്ടായ ദുരന്തത്തിൽ ഇടപെടാൻ വേണ്ടി അങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കാമെന്നാണ് വീണ ജോർജ് ഒരല്പം ആഗ്രഹിച്ചു പോയത്. ആരോഗ്യമന്ത്രിക്ക് എന്താണ് ദുരന്ത സ്ഥലത്ത് കാര്യം എന്നൊന്നും ചോദിക്കരുത്. വീണയ്ക്ക് എന്താണ് ആരോഗ്യത്തിൽ കാര്യം എന്ന ചോദ്യത്തിന് തന്നെ ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല എന്നതോർക്കണം. ഒരുപക്ഷെ പെട്ടെന്ന് പഴയ പത്രപ്രവർത്തന ഭൂതകാലം ശ്രീമതി ഓർത്തെടുത്തതാകാനും മതി. അതും പറയാൻ പറ്റില്ല. അതിനും ഒരു സാധ്യതയുണ്ട്. പോയാൽ ചെറുതൊന്നുമല്ല കാര്യം എന്ന് വീണയ്ക്ക് കൃത്യമായിട്ടറിയാം. ദുരന്തത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെങ്കിലും കാര്യങ്ങൾ മുഴുവൻ കേന്ദ്ര സർക്കാർ ചെയ്തു കൊള്ളുമെങ്കിലും നൈസായി ഒന്നോ രണ്ടോ പടത്തിൽ തലവെക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വർഷത്തേക്ക് തള്ളാൻ അത് മതി എന്നതായിരുന്നു ആരോഗ്യമന്ത്രിയുടെ കണക്ക് കൂട്ടൽ. അതാണ് ഇവരെല്ലാവരും കൂടി അങ്ങ് തകർത്ത് കളഞ്ഞത്. അതിൻ്റെ അരിശം വീണയ്ക്ക് ഉണ്ടതാനം. എന്തോ പോയ അണ്ണാനെ പോലെയാണ് വിമാനത്താവളത്തിൽ തെക്കുവടക്ക് നടന്നത് വീണ ജോർജ്. കേന്ദ്രത്തിനെതിരെ ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിക്കാനൊന്നും മറന്നില്ല. പക്ഷേ അതൊക്കെ ആരാണ് വകവയ്ക്കുന്നത് എന്നുള്ളതാണ്. അതിനിടെ കേരളത്തോട് ഇത് വേണ്ടിയിരുന്നില്ലായിരുന്നുവെന്നും വിമാന ടിക്കറ്റ് ഉൾപ്പെടെ വെച്ചാണ് അപേക്ഷ നൽകിയിരുന്നതെന്നുമൊക്കെ വീണ ജോർജും പ്രതികരിച്ചു. വ്യാഴാഴ്ച രാത്രി 9:40 വിമാനത്തിൽ പോകാൻ നെടുമ്പാശ്ശേരിയിൽ എത്തിയെങ്കിലും യാത്രയ്ക്ക് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചതോടെ 9:30 മന്ത്രി ഗസ്റ്റ് ഹൗസിലേക്ക് മടങ്ങുകയായിരുന്നു. കുവൈറ്റിലുണ്ടായ തീപിടുത്ത ദുരന്തത്തിൽ കേരളത്തിൽ നിന്നുള്ളവരാണ് ഏറ്റവും അധികം മരിച്ചത്. ഇന്ത്യക്കാരിൽ പകുതിയിലേറെയും മരണപ്പെട്ടത് മലയാളികളാണ്. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരും നമ്മുടെ ആളുകളാണ്. അവർക്കൊപ്പം നിൽക്കുന്നതിനും ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനുമായാണ് പ്രതിനിധി അയക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. ആദ്യമായിട്ടൊന്നുമില്ലല്ലോ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. കണ്ണുനീരിന്റെ മുഖത്ത് ദുഃഖത്തിൽ ഇടപെടുന്നതിനാണ് സംസ്ഥാനം പ്രതിനിധിയെ അയക്കാൻ തീരുമാനിച്ചത്. ഒരു ദുരന്തത്തിൽ കേരളത്തോടെ ഇത് വേണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി കുവൈറ്റിൽ ഉണ്ടാകുമ്പോൾ അതിന്റെ ഗുണങ്ങൾ നമുക്കുണ്ടാകും. ആളുകളുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളിൽ സഹായിക്കാൻ സാധിക്കും. പല കാര്യങ്ങളിലും ഇടപെടാനും കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും പറ്റും. മോർച്ചറിയുടെ ഭാഗത്തു നിന്ന് എല്ലാവരെയും പോലീസ് മാറ്റുകയാണെന്നാണ് വ്യാഴാഴ്ച രാത്രി നമ്മുടെ ആളുകൾ പറഞ്ഞത്. ആ രാജ്യത്തിന് അവരുടേതായ നിയമങ്ങളും മറ്റുമുണ്ടാകും. എന്നാൽ നമ്മുടെ ആളുകൾക്ക് ആവശ്യമായ കാര്യങ്ങളിൽ ഇടപെട്ട വേഗത്തിൽ നടപടിയെടുക്കാൻ സംസ്ഥാന പ്രതിനിധി ഉണ്ടെങ്കിൽ സാധിക്കുമെന്നായിരുന്നു പറഞ്ഞത്. അതുകൊണ്ടാണ് വിമാന ടിക്കറ്റ് ഉൾപ്പെടെ വെച്ച് കേന്ദ്രത്തിന് അപേക്ഷ നൽകിയത്. എന്നിട്ടും യാത്രാനുമതി നൽകിയില്ല. മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി വീടുകളിൽ എത്തിച്ച ശേഷം ഇനി കുവൈറ്റിലേക്ക് പോകേണ്ടതുണ്ടോ എന്ന് പിന്നീട് തീരുമാനിക്കും. വിമാനത്താവളത്തിൽ വരാൻ സാധിക്കാത്ത ബന്ധുക്കളുണ്ട്. അവരുടെ വീടുകളിലേക്കും മൃതദേഹം എത്തിക്കാൻ സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് വീണ ജോർജ് പറഞ്ഞത്. അതേസമയം മുൻ കേന്ദ്ര സഹമന്ത്രിയായിരുന്ന വി മുരളീധരൻ പറഞ്ഞത് മറ്റൊരു കാര്യമാണ്. ഇത്തരത്തിലൊരു കീഴ്വഴക്കം, അതായത് പുറം രാജ്യങ്ങളിൽ വെച്ച് എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടായാൽ, എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ അവിടെ ഇടപെടേണ്ടത് കേന്ദ്രമാണ്. കേന്ദ്രത്തിന്റെ പ്രതിനിധിയാണ് അവിടേക്ക് പോവുക. ഉള്ളവർക്ക് എല്ലാവരും, കാരണം അവിടേക്ക് പോകുന്നത്, മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നത് ഭാരതീയനായിട്ടാണല്ലോ, അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരനായിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇന്ത്യക്കാരന്റെ കാര്യങ്ങൾ എന്തായാലും എവിടെ വെച്ചാണെങ്കിലും കൃത്യമായി നിർവഹിക്കാൻ കേന്ദ്രത്തിന് പ്രതിനിധിയാണ് പോകാറുള്ളത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത്തരമൊരു കീഴ്വഴക്കം ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് എടുത്തടിച്ച പോലെ സത്യത്തിൽ എന്തിനാണ് വീണ ജോർജ് അവിടേക്ക് പോകാൻ തുനിഞ്ഞത് എന്നത് മറ്റൊരു കാര്യമാണ്. അത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കേന്ദ്രം ഇടപെട്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ദുരന്തമുണ്ടായ ഉടൻ തന്നെ കേന്ദ്ര സഹമന്ത്രിയെ തന്നെ അവിടേക്ക് അയക്കുകയും അദ്ദേഹം ഇന്ത്യൻ എംബസിയുമായി ചേർന്ന് നിന്നുകൊണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് മൃതദേഹങ്ങൾ ഇവിടെ എത്തിക്കാനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചത്. അവിടെ ഏതൊരു മനുഷ്യന് എന്ത് വന്നാലും മലയാളിയാണോ തമിഴനാണോ കന്നഡക്കാരനാണോ എന്നുള്ളതല്ല, അവിടെ എല്ലാവരും ഭാരതീയനാണ്. ആ ഭാരതീയന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനാണ് കേന്ദ്രം ഉടനടി സഹമന്ത്രിയെയാണെങ്കിലും അങ്ങോട്ടേക്ക് അയച്ചത്. അതായത് അവിടെ നിന്ന് ഇന്ത്യയുടെ പ്രതിനിധി എല്ലാ കാര്യങ്ങളും ചെയ്ത് കൃത്യമായി നടപ്പിലാക്കണമെന്ന് അവർക്ക് അറിയാമായിരുന്നു. അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. പല സ്ഥലങ്ങളിൽ നിന്ന് ഇവാക്വേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായ സമയത്തും എന്താണ് കേന്ദ്രം ചെയ്തത് എന്നുള്ളത് കൃത്യമായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ എന്തിനാണ് വീണ ജോർജ് ഇത്തരം ഒരു നടപടി എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് സംസ്ഥാനം വീണ ജോർജിനെ അയക്കാൻ തീരുമാനിക്കുന്നതും വീണ ജോർജ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മേലോട്ട് നോക്കിയിരുന്നതും? അത്തരമൊരു കീഴ്വഴക്കം ഇല്ലാതിരിക്കുന്ന സ്ഥലത്ത് വീണ ജോർജിനെ അയക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് ഇവിടെയുള്ളവർക്കറിയാം. സാമാന്യം കഞ്ഞിവെള്ളം കുടിക്കുന്ന ആർക്കും അത് തിരിച്ചറിയാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ചെയ്തതിന് പിന്നിൽ രാഷ്ട്രീയപരമായ ഉദ്ദേശമില്ല എന്നൊന്നും പറയാനാകില്ല. അടിമുടി പാളിയിരിക്കുകയാണ്. വീണ ജോർജിന്റെ കയ്യിൽ നിന്ന് ആരോഗ്യം അടിമുടി പോയിരിക്കുകയാണ്. അത്തരം സമയത്ത് വീണ ജോർജിനെ ഒന്ന് പൊക്കിക്കൊണ്ട് വരണമെങ്കിൽ, സംസ്ഥാന സർക്കാരിനെ ഒന്ന് ജനങ്ങൾക്കിടയിൽ പൊക്കിക്കൊണ്ട് വരണമെങ്കിൽ അത് ഈ വഴി ആയിക്കോട്ടെ എന്ന് കരുതിയെങ്കിൽ ഇത്തരം ഒരു സമയമല്ല അതിനു വേണ്ടി ദുരുപയോഗം ചെയ്യേണ്ടത്. കണ്ണീരിൽ കുതിർന്ന ആളുകളാണ് എല്ലായിടങ്ങളിലുള്ളത്. അവരുടെ മുന്നിൽ ഇത്തരം ഒരു കാര്യം ചെയ്തുകൊണ്ടല്ല സംസ്ഥാന സർക്കാർ അവരുടെ പ്രൗഢി വീണ്ടെടുക്കേണ്ടത്. അതിന് മറ്റു പല കാര്യങ്ങളുണ്ട്, ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ടെന്നേ. പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ നിന്നിരിക്കുകയാണ്. അത്തരം സാധാരണക്കാർക്കിടയിലേക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. എന്നിട്ടല്ലേ കീഴ്വഴക്കമില്ലാത്ത കാര്യങ്ങൾ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഗവർണർ പറഞ്ഞതിലും തെറ്റൊന്നുമില്ല. വീണ ജോർജ് പോയിട്ട് എന്താണ് കാര്യം? അവിടെ ചെയ്യാനുള്ളത് ചെയ്യേണ്ടവർ ചെയ്തു കഴിഞ്ഞു. അവർ കൃത്യസമയത്ത് അവിടെ ആളെ എത്തിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ പോയിട്ട് കാര്യമില്ലെന്നറിയാമല്ലോ. അപ്പോൾ ഇതെല്ലാം ഒരു തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നുവെന്ന് വ്യക്തമാണ്. പ്രൗഢി വീണ്ടെടുക്കേണ്ട സമയം ഇതല്ലെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. കണ്ണീരുണങ്ങാത്ത ഒരുപാട് കുടുംബങ്ങളാണ് ഇപ്പോഴുള്ളത്. അവർക്ക് എന്തെല്ലാം ചെയ്തു കൊടുക്കാമോ, സംസ്ഥാന സർക്കാരിന് എന്തെല്ലാം ഇവിടെ നിന്നുകൊണ്ട് ചെയ്തു കൊടുക്കാമോ അതെല്ലാം ചെയ്തു കൊടുക്കുക. ആ കണ്ണീര് അവരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാറില്ല. പക്ഷേ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന സമയത്ത് അവരെ ചേർത്ത് പിടിക്കുകയെങ്കിലും വേണം. അത് രാഷ്ട്രീയപരമായി ദുരുപയോഗം ചെയ്യാൻ നോക്കരുത്. ദൈവത്തെ ഓർത്ത് അത്തരം കാര്യങ്ങൾ ചെയ്യാതെ അവരെ ചേർത്ത് പിടിച്ച് സമാശ്വസിപ്പിക്കാനും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാനും നോക്കൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി.